ഉദ്ദേശിക്കുന്നത്? അനുഷ്ഠാനകലയായ കൂത്ത നാട്യശാസ്ത്രത്തിൽ പലതും നിഷ്കർഷിച്ചിട്ടുള്ളതുപോലെ അളവിലും തൂക്കത്തിലും കെട്ടിമറ്റിലും ഉദ്ധരിച്ച് അർത്ഥം പൂർണ്ണമായും അവതരിപ്പിക്കുന്ന ഒരു കലാരൂപമാണ് ചാക്യാർകൂത്തെന്ന് സാരം. മനസ്സിലായില്ലേ? ഇല്ല, മനസ്സിലായില്ല. കുറച്ചുകൂടി ലളിതമായി പറയാൻ പറ്റുമോ? അതായത് സമൂഹത്തിൽ നടക്കുന്ന അക്രമങ്ങളെയും അനീതികളെയും കൊള്ളരുതായ്മകളെയും കള്ളത്തരങ്ങളെയും പൊള്ളത്തരങ്ങളെയും കുതികാലുവെപ്പുകളെയും തട്ടിപ്പു വെട്ടിപ്പുകളെയും അതൊക്കെ ഫ്രീക്കന്റ് ഭാഷയിൽ പറഞ്ഞാൽ തേപ്പുകൾക്കുമെതിരെ ഇവിടെയും എപ്പോഴും നേരോട് നിർഭയം വിളിച്ചങ്ങോട്ട് പറയാൻ ചങ്കുറപ്പുള്ള ഒരാളാണ് ചാക്യാരെന്ന് സാരം. മനസ്സിലായോ? മനസ്സിലായി. അതായത് ചാക്യാർ വേറെ ലളിത, ഇത് ചെറിയ കളിയില്ല, വലിയ കളികൾ മാത്രമെന്ന് സാധിക്കും. എങ്കിൽ ഈ ബിഗ് ജോബ്സിൽ ചാക്യാരുടെ ക്യാമറ കണ്ണുകൾ ഇങ്ങനെ പരിധിക്കൊണ്ടേയിരിക്കും, ജനങ്ങളുടെ ശബ്ദമായി. അപ്പോൾ ഞാനും കൂടെ ഉണ്ട് ചാക്യാരെ. ഈ കാന്തല്ലേ കാന്തത്തിനൊരു വലയുണ്ട്. അത് കാന്തിക വലയം. ആ കാന്തിക വലയത്തിനുള്ളില് ഇരുമ്പും തുരുമ്പും ഒക്കെ ചാടി അങ്ങ് പിടിക്കണ പോലെ ഈ സ്വപ്നകാന്തിക ലോകത്തെ ചുറ്റിയടിച്ച ഇടത്തിലെ ചില പാഴ്വസ്തുക്കള് പറ്റിപ്പിടിച്ച അങ്ങനെ മാറിയിരിക്കുകയാണ്. ഒരു പുരുഷന്റെ വിജയത്തിന് പിന്നില്ല ഒരു നാരി ഉണ്ടാവുന്നതാണ് ഇത്രേ പറയണത്. പക്ഷേ ഒരു നാരി കാരണം ഇത്രയും പുരുഷന്മാരെന്നറിയ ഒരു കേസ് ഉണ്ടായിട്ടില്ല. ഒരു സ്വർണ്ണ തത്തേനെ കിട്ടിയപ്പോ ഈ വിദ്വാന്മാർ എന്താ കാട്ടിക്കൂട്ടിയത്? ആ തത്തയെ കൊണ്ട് ഭരണശിരാ കേന്ദ്രത്തിലെ കുറെ ചീട്ടുകൾ കൊത്തി എടുപ്പിച്ചു. എന്നിട്ട് എന്താ ഉണ്ടായേ? സകല എണ്ണത്തിലെ ചീട്ടുകളില്ലേ? കഥയാമമ്മ. ഞാനൊരു കഥ അങ്ങോട്ട് പറയാം. കേട്ടു. വെറും 10ാം ക്ലാസ്സും പുസ്തകമായി നടന്ന ഒരു പെൺകുട്ടി ഇപ്പൊ എന്താ അവിടെ ആസ്തി? കോടികളല്ലേ, കോടികള്. എവിടെ നിന്നുണ്ടായേ? അതിനൊരു കഥയുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. കഥയാമമ്മ ചൊല്ലാന്ന്. ശാസ്ത്രമംഗലത്തെ വെറും ഒരു എയർ ട്രാവൽസ് നടത്തിപ്പുകാരി കണ്ണടച്ച് തുറക്കും മുമ്പ് എയർ ഇന്ത്യ ഗ്രൗണ്ട് ഹാൻഡിലിംഗ് കമ്പനിയിൽ ഉയർന്നു ഉദ്യോഗസ്ഥയാവുക. പിന്നീട് ഇരുന്നെത്തിച്ചപ്പോൾ UAE കോൺസുലേറ്റർ എക്സിക്യൂട്ടീവായി നിയമനം കിട്ടുക. പിന്നെന്താ ഉണ്ടായത്? ഈ മഹതിയും ഒരു ചങ്കരനും കുറെ മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഒക്കെ കൂടി അങ്ങോട്ട് ചേർന്ന് വിമാനത്താവളത്തിലെ നയതന്ത്ര ചാനൽ വഴി സ്വർണവും ഡോളറും അങ്ങോട്ട് കടത്തി. എന്നിട്ട് എന്താ ഉണ്ടായേ? മുഖ്യൻ ഓരോ ദിവസവും വന്നിരുന്ന പത്രങ്ങളും ചാനലുകളും വന്നിരുന്നു ഒരേ തള്ള്, പരസ്യത്തള്ള്. ഒരു മുഴുവൻ പേജ് പത്രത്തില് പരസ്യം കൊടുക്കുന്നതിന് വേണ്ടി വരുന്ന തുക എത്രയാ? ഏതാണ്ട് 80 ലക്ഷം ഉറുപ്പിക. അങ്ങനെ ഈ മൂപ്പന്റെ പടം 1, 2, 3 പേജുകളിലാ ഒരു പത്രത്തിൽ തന്നെ പറഞ്ഞത്. അപ്പൊ തന്നെ എത്ര ഉറുപ്പികയെന്ന് കണക്കൂട്ടാലോ അല്ലേ? അങ്ങനെ 10 പത്രത്തിലെ ദിവസവും മൂപ്പന്റെ മുഖവും വെച്ച് വന്നാൽ എത്ര ഉറുപ്പികയാവും? കോടികളാ ഖജനാവിന് കാലി. ഈ പ്രളയത്തിനും കൊറോണയ്ക്കുമിടയിൽ മുണ്ടുമുറുക്കിയെടുത്ത് ചെലവ് ചുരുക്കണമെന്ന് കേരളത്തോട് ഉദ്ബോധനം ചെയ്ത പാദന്റെ റെഡി. എനിക്കറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക, പിൻവാതിൽ നിയമനത്തിലൂടെ നേരത്തെ അത് കയറ്റിവിട്ടവന്റെ ശമ്പളത്തിൽ നിന്ന് പിടിച്ചതാണോ ഈ ദുട്ട പണം മണി? അതെങ്ങനെയാണെന്ന് നോം പറയാം. ഇത് കള്ളു കുടിച്ചവനും ലോട്ടറി എടുത്തവനും പെട്രോൾ അടിച്ചവനും ഞാനും വേഗം നിൽക്കുന്ന ജനങ്ങളും നിങ്ങളുടെ വാക്ക് കേട്ട് മുണ്ടങ്ങട് മുറുക്കി കൊടുത്ത ഉപ്പുതൊട്ട് കർപ്പൂരം വരെ വാങ്ങിയപ്പോൾ നികുതിയായി പിടിച്ചു വാങ്ങിയ ചോര നീരാക്കിയ പണല്ലേ ആ പിച്ചച്ചട്ടിയിൽ അങ്ങട് കൈയിട്ട് വാരി. ഈ ബിരുദന്മാരുടെ കഥകള് ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾക്ക് രസിക്കും. പക്ഷേ അതിനേക്കാൾ രസിക്കും അതങ്ങോട്ട് നേരിട്ട് കണ്ടാല്. അതെന്താ വഴി? ഉണ്ടല്ലോ, വഴിയുണ്ട്. എന്താത്? അവര് ഈ ബിഗ് ജോബ്സിനുള്ളിലുണ്ട്. അപ്പോ അവരെ അങ്ങോട്ട് കാണാനായിട്ട് നിങ്ങൾ റെഡിയാവുക. നോം ഇവിടൊക്കെ തന്നെ ഉണ്ടാവും ഒരു ക്യാമറ കണ്ണായിട്ട്. അപ്പൊ നമ്മുടെ ചാക്യാർ പറഞ്ഞ പല കാര്യങ്ങളും കൊള്ളേണ്ട പലർക്കും കൊള്ളേണ്ട പോലെ കൊള്ളേണ്ട സ്ഥലത്ത് കൊണ്ടിട്ടുണ്ടാകും.
ഒരുമിച്ച് നിൽക്കുന്നവർ, ഒരേ പാതയിൽ സഞ്ചരിക്കുന്നവർ. തുടർന്നുള്ള മത്സരങ്ങൾ അവർ എതിരാളികളായി മാറിയേക്കാം. ഒറ്റക്കെട്ടായി ഒരുമിച്ച് മുന്നേറിയ അവസാനം ഒരാൾ മാത്രം കളിക്കുന്ന കളി ബിഗ് ജോബ്സ്. കളിയിൽ വാശിയുടെ തന്ത്രങ്ങൾ നടഞ്ഞ് പരസ്പരം പാരവെച്ചും കലഹിച്ചും തമ്മിൽ തന്നെയും ഒരുമിച്ച് ഒരേ വീട്ടിൽ കഴിയുന്ന മത്സരാർത്ഥികളെ കാണാൻ നിങ്ങളെ ഞാൻ ബിഗ് ജോബ്സിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി ചെറിയ പണികളില്ല, വലിയ പണികൾ മാത്രം. ലാൽ സലാം, ലാലി ക്യാമറ എവിടെ വെച്ചിരിക്കുന്നത്? ലാലേ സലാം, ബിഗ് ജോബ്സ്. എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. പാർട്ടി ജയിക്കുമ്പോ പാർട്ടിക്കാർ തന്നെ എന്നെ തോൽപ്പിക്കും. ഞാൻ ജയിക്കുമ്പോൾ പാർട്ടിക്കാർ തന്നെ തോറ്റോളൂ. അബദ്ധത്തിൽ ഒരു തവണ ഞാനും ജയിച്ചു, പാർട്ടിയും ജയിച്ചു. പക്ഷേ ചില പരമാറികളും പിണങ്ങാറായിയും ചേർന്ന് എന്റെ പിന്നിൽ നിന്ന് കുത്തി മാന്തി അള്ളിപ്പറിച്ച് കഴിഞ്ഞ കുറെ വർഷങ്ങളായി അവർ എന്നെ മൂലക്ക് ഇരുത്തിയിരിക്കുകയാണ്. ഇവിടെയെങ്കിലും എനിക്ക് തിരി അത് നടക്കില്ല. അതിന് വെച്ച വെള്ളം അന്ന് വന്നിച്ചത് വരുന്നു. ഇപ്പൊ ശരിയാക്കി തരാമെന്നും പറഞ്ഞ് അധികാരത്തിൽ കയറി കഴിഞ്ഞ കുറെ വർഷങ്ങളായി എല്ലാവരെയും എല്ലാ വിധത്തിലും ശരിയാക്കിക്കൊണ്ടിരിക്കുന്ന കേരള നവോത്ഥാനത്തിന്റെ പുതിയ ശില്പി. ആഗ്രഹം കൊള്ളാം, പക്ഷെ അത്യാഗ്രഹം അർത്ഥം. അത് തന്നെയാണല്ലോ എനിക്കും പറയാനുള്ളത്. സ്വർണത്തിനോടും ഡോളറിനോടുമുള്ള തന്റെ അത്യാർത്തി. സാറേ, ദുബായ് കടപ്പുറത്തിൽ നിന്നും തിരുവനന്തപുരം എയർപോർട്ടിന്റെ മൈകൽക്ക ചാനൽ വഴി രാമനും പകലൊന്നും ഇല്ലാതെ കടന്നു വന്ന ഒരു പ്രത്യേകതരം കാറ്റുണ്ട്. അത് വിമാനങ്ങളിലുള്ള ഫ്ലാറ്റിലും വരാനുമൊക്കെ തട്ടിത്തടഞ്ഞ് ഒരു പോക്കുണ്ട്. ദുബായിൽ നിന്ന് ഓരോരുന്ന ആ കാറ്റുമ്പോഴും സ്വർണ്ണത്തിന്റെ മുന്നില് കൂടിപ്പോയി. അന്ന് സെക്രട്ടേറിയറ്റിന്റെ വണ്ണത്തിൽ വെച്ച് ഞാൻ മനസ്സിലുറപ്പിച്ചതാ, ഈ സ്വർണ്ണക്കട്ടിയെ ആർക്കും വിട്ടുകൊടുക്കില്ല. ഹലോ ഹലോ ഹലോ, സ്വപ്ന സഞ്ചാരി. ഹലോ, ഇറങ്ങാറായ പിണങ്ങാറായി. താൻ മനസ്സിൽ കാണുന്നത് ഞാൻ ഈ കണ്ണാടിയിലൂടെ കാണും. ദേ വരുന്നു തന്റെ അടുത്തറ ഇളക്കാനെത്തിയ സ്വപ്ന കൊടുങ്കാറ്റ്. എനിക്കുള്ള ബിഗ് ജോബ്സിന് കൂടെ കൂടിയിട്ട് എല്ലാവർക്കും എല്ലാം കൊടുത്തു. അച്ഛനും മാത്രം ഒന്നും തന്നില്ല. ഈ ഗോൾഡൻ വാച്ച് ഇരിക്കട്ടെ. അയ്യോ എന്തേ ഞാനൊന്ന് സങ്കടപ്പെടുത്തിച്ചേ. എന്തെന്റെ വിഭാഷി, നീ അറബി പഠിപ്പിച്ച ഒരു സ്വദേശി നിന്ന് വെന്തുരുന്നത് കണ്ടില്ലേ? ഈ കുറിച്ചവൻ വെളുത്തുവാനില്ല, കൊക്കത്ര കുളഞ്ഞതാണ്. അതെ അതെ, എല്ലാം കുളമാക്കിയ ഒരു കൊക്കിനെ ഞാൻ ആദ്യമായിട്ടാ കാണുന്നത്. ഇരട്ടച്ചങ്കരല്ല, ഇരട്ടത്താപ്പ്. അതറിയണമെങ്കിൽ കേരളത്തിന്റെ ചരിത്രം പഠിക്കണം. ചരിത്രം പഠിക്കണമെങ്കിൽ ഹിസ്റ്ററി പഠിക്കണം. ഹിസ്റ്ററി പഠിക്കണമെങ്കിൽ ജിയോഗ്രഫി പഠിക്കണം. ഇതെല്ലാം പഠിക്കണമെങ്കിൽ പള്ളിക്കൂടത്തിൽ പോകണം. അങ്ങനെ കഴിഞ്ഞ് കുറെ വർഷങ്ങളായി ഞാൻ പഠിപ്പിച്ച് ഒടുവിലെന്തായി? ഇപ്പൊ നടക്കാൻ പോകുന്ന പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെല്ലാം ചേർന്ന് തന്നെ ഒരു പാഠം പഠിപ്പിക്കും. ഉപനവള്ളി പുറത്ത്. അയ്യോ, അങ്ങനെയല്ല, കാള നടക്കും. അതിന്റെ കയറെ പിടിച്ച് പിന്നാലെ കുറെ കഴുതകളും നടക്കും. ഇങ്ങനെ
തന്നെ ഈ സ്വഭാവം കൊണ്ടാ തന്നെ മൂലക്കിരുത്തിയിരിക്കുന്നത്. കൂടുതൽ വെട്ടുമെത്താൽ ഈ വെട്ടുന്ന സ്വർണ്ണാന്തരം കൊണ്ട് മുടികൊടുത്ത് ഈ കള്ളക്കടത്ത് കേസിൽ നമ്മളോടൊപ്പം തന്നെ കൊടുക്കും. കാണാം, കാണാം. എന്താ പ്രശ്നം? ഇപ്പോഴുള്ള എന്റെ ഈ വരവ് നിങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല എന്ന് എനിക്കറിയാം. ആർക്കെന്ത് പ്രശ്നമുണ്ടെന്ന് തോന്നിയാലും അവിടെ ഞാൻ എത്തിക്കും. അതാണ് ബിഗ് ജോസ്. അല്ല, ഇനി സ്വർണ്ണക്കെട്ടയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല. മോളുടെ പ്രശ്നം എന്താണെന്ന് ഈ ഏട്ടന് പൂർണ്ണമായി മനസ്സിലായി. ഇത് തന്നെയാണ് പലർക്കും ഇവിടെ പ്രശ്നമാണ്. അതോടെ നിൽക്കട്ടെ. അല്ല, സീനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്ത് പ്രശ്നം? എനിക്ക് ഒരു പ്രശ്നവുമില്ല. എന്ത് പ്രശ്നം വന്നാലും ഞാൻ ഒറ്റക്ക് നേരിടും. അതെ അതെ, അത് വളരെ ശരിയാ. ഞാൻ ഒറ്റയ്ക്ക് നടന്ന് ഓരോ പ്രശ്നം ഉണ്ടാക്കും. അനുഭവിക്കുന്നത് മറ്റുള്ളവർ. എന്റെ പൊന്നു ബിഗ്ഗോ, എന്റെ ലാൽ ജോസേ, എന്റെ ലാലേ, എന്റെ ഈ കൊള്ള സങ്കേതത്തിൽ നിന്നും ഒന്ന് പുറത്താക്കി തരാമോ? ഈ ബിഗ് ജോബ്സിന് അതിന്റേതായ ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്. അതിനല്ലേ എലിമിനേഷൻ ഒക്കെ ഉള്ളത്. ഇപ്പോൾ അച്ഛമാമയുടെ പ്രശ്നം ഇവരുമായി ഒത്തുപോകാൻ പറ്റുന്നില്ല, അതല്ലേ? അതെ അതെ, സത്യമായിട്ടും എനിക്കൊരു റിലാക്സേഷൻ വേണം ബിഗ് ജോബ്സ്. അത്രയും വേണ്ടും. അതിന് പറ്റിയ ഒരാളെ ഞാനിവിടെ എത്തിച്ചു തരാം. താങ്ക്സ് അലോൺ. ഇനി ബിഗ് ജോബ്സിൽ ചെറിയ പണികളില്ല, വലിയ പണികൾ മാത്രം. ഷോ മസ്റ്റ് ഗോ ഓൺ. Hi, my sweetheart, Sagu. Kanda karu milpuna, malakadindi kanda. Innamade mozhi enne karunadilla kim 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 kim. Malakadindi എന്റെ പൊന്നു ബിഗ് ജോബ്സ്, ചെറിയ പണികളില്ല വലുതേയും എന്ന് പറഞ്ഞപ്പോ ഇത്രയും വലിയ പണി ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. ഇതൊരു യമണ്ടൻ പണിയായി പോയി. യമണ്ടൻ. ഓ മൈ സ്വീറ്റ് ഡാർലിംഗ് സ്വർണ്ണ, അയ്യോ കണ്ണനല്ല, കള്ളൻ, കള്ളൻ, പെരും കള്ളൻ, കള്ളക്കണ്ണ. എന്താണ് പരിപാടി? ആസ് യൂഷ്വൽ വൈകിട്ടല്ല പതിവുപോലെ ഏതെങ്കിലും മന്ത്രിക്കോന്തന്മാരുടെ സ്റ്റേറ്റ് കാറിൽ കയറി നിന്റെ ഫ്ലാറ്റിലെത്തുന്നു. കൂടെ ചിലപ്പോ മറ്റേതെങ്കിലും മന്ത്രിപുത്രന്മാരും ഉണ്ടാകും. രണ്ടെണ്ണം കീച്ചുന്നു. പിന്നെ ഇതുപോലെ അടുത്ത മന്ത്രിമാരെ നമ്മുടെ നെറ്റ്വർക്കിലേക്ക് കൊണ്ടുവരാനുള്ള പ്ലാനിങ് നടത്തുന്നു. എന്താ പോലെ എല്ലാവരും കൂടി സ്റ്റേറ്റുകാർക്ക് അങ്ങോട്ട് പോയതാണ് കാര്യം ഇത്രയും വഷളാക്കിയത്. തനിക്ക് ഒരു ടാസ്ക് എടുക്കാൻ പാടില്ലായിരുന്നു. ഒരു ടാസ്ക് സ്വർണ്ണവീരിന്റെ ചേരുത്ത കണ്ണാലേ. തനിക്ക് മുഖ്യമന്ത്രിയാകാൻ പറ്റാത്തതിന്റെ അമർഷമാണ്. കിട്ടാത്ത മന്ത്രി പോയിക്കോ. ശരിയാ, കയ്യിൽ കിട്ടിയ നെല്ലിക്ക ആദ്യം മധുരിച്ച് പിന്നെ ഇപ്പോ കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, തുപ്പാനും വയ്യ. സത്യം ജനങ്ങളെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞ് ഈ പണി തന്നെ ഏൽപ്പിച്ച എന്ന് വേണം പറയാൻ. എത്ര തവണ നമ്മൾ സ്വർണവും ഡോളറും കടത്തി? ഒറ്റ തവണയില്ലേ നമ്മളെ തൂക്കിയുള്ളൂ. കണ്ടുപോലെ രണ്ടിനെയും എന്റെ കമ്പട്ടത്ത് തൽക്കാലം അകത്ത് പോകുന്നതാ ബുദ്ധി. ഓ അത് ശരി, റൂമിനകത്തേക്കോ? അല്ല, ജയിലിനകത്തേക്ക്. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അഴി എണ്ണാം. അഴിമതിക്കിനി അഴി എണ്ണാം. ബിഗ് ജോബ്സിൽ ചെറിയ പണികളില്ല, വലിയ പണികൾ മാത്രം. അക്ഷമാവിന് കുറച്ചുകൂടി റിലാക്സേഷൻ തരാൻ മറ്റൊരാളെ കൂടി ഞാൻ അങ്ങോട്ടേക്ക് അയക്കുകയാണ്.
ഏറ്റുവാങ്ങിക്കോ, ദേ വരുന്നു തനിക്കുള്ള അടുത്ത മുട്ടൻ പണി. കാശ് പണം കെട്ട് മണി മണി, കാശ് പണം കെട്ട് മണി മണി, കാശ് പണം കെട്ട് മണി മണി, കാശ് പണം കെട്ട് മണി മണി. ഹായ് ഹായ്, വന്നല്ലോ വന്നല്ലോ മണിക്കൊമ്പൻ. എല്ലാവരെയും കെണിയിൽപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന എമ്മം കെണി. ഈ സ്വഭാവം അന്ന് മുന്നിലെത്തിയിരിക്കുന്നത്. ഞാനേ കരണ്ടിന്റെ മന്ത്രിയായിരുന്നു. കൂടുതൽ കളിച്ചാലേ ഞാൻ അല്ലും മാന്തും വേണ്ടി വന്നാ കരണ്ട്. താനൊന്ന് പോണോ മണിക്കൊമ്പ? ഞാൻ മണിക്കൊമ്പനാണേലേ, താൻ ചക്കക്കൊമ്പനാ, ചക്കക്കൊമ്പൻ. ഈ ചക്കക്കൊമ്പൻ മണിക്കൊമ്പൻ ഒന്ന് പോയി തരാമോ? താൻ പോടോ പടയപ്പ. എന്ത് തലവേദന? തലവേദന ഞങ്ങളല്ല, ഇപ്പോഴത്തെ തന്റെ തലവേദന വീണ വിജയന, വീണ വിജയൻ. അതിന് ഞാനെപ്പോഴാണ് വീണത്? താൻ വീഴാൻ പോകുന്നതല്ലേ ഉള്ളൂ. തന്നെ വീഴ്ത്താൻ ദേ വരുന്നു മാസപ്പടി വീണയും കൂട്ടാളി അറിയാസും. വീട്ടുക്ക് വീട്ടുക്ക് വാസപ്പടി വേണം, വീട്ടുക്ക് വീട്ടുക്ക് വാസപ്പടി വേണം. വാസപ്പടിയല്ല, മാസപ്പടി, മാസപ്പടി. കൊള്ളാം കൊള്ളാം. എന്തിനാ വെച്ചേ സിഎംആറുകാരുടെ മാസപ്പടി വാങ്ങിയത്? അതുകൊണ്ടല്ലേ ആദായ വകുപ്പുകാരെല്ലാം കൂടെ നമുക്ക് തന്നെ തിരിഞ്ഞിരിക്കുന്നത്. ഇനി എന്താവോ എന്തോ. എന്താന്നറിയില്ല, കയ്യിൽ വാങ്ങി പണം എത്ര വീട്ടിലുണ്ടെങ്കിലും പണം കാണുമ്പോ വീണ്ടും വീണ്ടും ഒരു ആർത്തിയാണ്. 8 ഗുണം 10 ഗുണം. അച്ഛമ്മ, ഞാൻ അപ്പഴേ പറഞ്ഞതാണ് ഈ മാസപ്പടി നമുക്ക് വേണ്ട വേണ്ടാന്ന്. പിന്നെ ഈ മാസപ്പടി മാറ്റി വർഷപ്പടിയാക്കണം. അപ്പൊ 12 മാസത്തെ ഒരുമിച്ചിക്ക് പോലുമല്ലോ. ചക്കിക്കൊത്ത ചങ്കര്. അതുകൊണ്ടെന്താ ഇപ്പൊ ഭരണവും സർക്കാരും ആകെപ്പാട് നാറി നാശക്കൊടല്ലായി. ലോണുകൾ കണക്കെടുത്തും മറ്റനുമതി കണങ്ങളും മറ്റു പ്രശ്നങ്ങളെല്ലാം ഒരു കണക്കിന് ഒതുക്കിവന്നപ്പോഴാ നിങ്ങളെ ഈ കൊടുക്കാത്ത മാസപ്പടി എല്ലാം ഭദ്രമായി ചെയ്യാൻ വെച്ചിട്ട് നശിപ്പിച്ച് എന്ന് മാറ്റിച്ചു. എന്നിട്ട് 2 മണിക്കൂറെന്ന് ഞാൻ പറയുന്നു. കണ്ടുപോകത്തില്ലേ എന്റെ കൺവട്ടത്ത്? ഇനി നമ്മൾ ഒന്നും ചെയ്യണ്ട, പുതുപ്പള്ളിയിലെ ജനങ്ങൾ അങ്ങ് ചെയ്തോളൂ. അത് ശരി, ഈ തെരഞ്ഞെടുപ്പിൽ വരാനിരിക്കുന്ന വമ്പൻ തോൽവി ഞങ്ങളുടെ തലയിൽ കെട്ടിവെക്കാനാണ് ഉദ്ദേശം. മലയാളിയുടെ അടുക്കള കാലിയാക്കിയ ഭരണം, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങൾക്ക് തീവല്ല. സപ്ലൈകോയിലോ അവശ്യ സാധനങ്ങളില്ല. അത് പറഞ്ഞാലോ നടപടി വരും. ഇതൊക്കെ വോട്ട് ചെയ്യാൻ പോകുന്ന പുതുപ്പള്ളിയിലെ വീട്ടമ്മമാർ മറക്കുമോ? ഉടുപ്പിച്ചു കൊല്ലുന്ന മദ്യനയം, നിസാര പൈസയ്ക്ക് ഉണ്ടാക്കുന്ന ഈ സാധനം എത്ര രൂപയ്ക്കാണ് ഈ മണ്ടന്മാർക്ക് നമ്മൾ കൊടുക്കുന്നത്? നാടിനുള്ള മദ്യഷാപ്പുകൾക്കും ബാറുകൾക്കും അനുമതി കൊടുത്ത് നാട്ടിലെ ജനങ്ങളെ കുടിപ്പിച്ചു കൊല്ലുകയാണ് നമ്മുടെ സർക്കാർ. അതെങ്ങനെയാണ് ഇവിടുത്തെ വീട്ടമ്മമാർ സഹിക്കുക? എനിക്കൊരു കാര്യം പറയാനുണ്ട്. മയക്കുമരുന്ന് കച്ചവടം ഇപ്പൊ 4 നീലയായി. കഞ്ചാവ്, MDMA എന്തൊക്കെ ഉന്തറാട്ടങ്ങൾ. എനിക്ക് പേരൊന്നും പറഞ്ഞില്ലേ. അയ്യോ, യുവതലമുറയിലെ ആയിരക്കണക്കിന് പേരാ മയക്കുമരുന്ന് ഇപ്പൊ അടിമകളായിരിക്കുന്നത്. അത് നമ്മുടെ സർക്കാരിന്റെ വലിയൊരു ഭരണം നേട്ടമാണ്. കാർഷിക മേഖലയ്ക്ക് വേണ്ടി നമ്മൾ എന്താണ് ചെയ്തിട്ടുള്ളത്? ഒരു ചുക്കം ചെയ്തിട്ടില്ല. റബ്ബർ വിലസ്ഥിരതാ ഫണ്ടില്ല. പച്ചത്തേങ്ങ സംഭരണം നിർത്തി. നെല്ലിന് ആനുകൂല്യങ്ങളില്ല. സംഭരിച്ച നെല്ലിന്റെ വില നിർത്തി. കർഷകരെ ഇത്രയും ദ്രോഹിച്ച ഈ സർക്കാരിന് പുതുപ്പള്ളിയിലെ ഏതെങ്കിലും ഒരു കർഷകൻ വോട്ട് ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുമെന്ന് പറഞ്ഞ ഈ സർക്കാർ PSCയെ മറികടന്ന് CPM-കാർക്ക് മാത്രം സർക്കാർ പൊതുമേഖലാ ജോലികൾ നൽകി. ഇതൊക്കെ ഈ പുതുപ്പള്ളിയിലെ ഉദ്യോഗാർത്ഥികൾ മറക്കുമോ? പിന്നെ സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ നമ്മുടെ സർക്കാർ നമ്പർ 1. സ്ത്രീ സുരക്ഷ പിടിച്ചു കുഞ്ഞുങ്ങൾ പോലും പീഡിപ്പിക്കപ്പെടുകയും കൊല ചെയ്യപ്പെടുകയും ചെയ്യുന്ന നാടായി നമ്മുടെ ഈ കേരളത്തെ വളർത്തിയല്ലോ. സന്തോഷം. സർവം
സർവനാശം വിതച്ചുകൊണ്ട് ആദ്യം ഇവിടെ ഒരു പ്രളയം വന്നു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എത്ര കോടി രൂപ വന്നു, അത് മുഴുവനും നിങ്ങൾ മുക്കിയില്ലേ. വീണ്ടും പ്രളയം വന്നു, വീണ്ടും കോടികൾ സംഭാവന വന്നു, അതും വേണ്ട വിധത്തിൽ വിനിയോഗിക്കാതെ പൊതുജനങ്ങളെ നിങ്ങൾ വഞ്ചിച്ചില്ലേ. അങ്ങോട്ട് തിരിഞ്ഞാലും ഇങ്ങോട്ട് തിരിഞ്ഞാലും ക്യാമറ. ഏത് ക്യാമറയുടെ മറവിൽ കോഴികൾ മുക്കിയതിന്റെ കഥ എന്നെ കൊണ്ട് വിളമ്പിക്കണ്ടേ? ഇതെല്ലാം കേട്ട് സ്വന്തം ബന്ധം നിൽക്കുന്ന സീമന് കുടിക്കുന്ന ഒരു ഗ്ലാസ് കണ്ണെടുക്കട്ടെ. എന്താ കാണോ? കണ്ണല്ലേ ഇപ്പൊ നിങ്ങൾ പറയുന്ന പോഷകാഹാരം. ബിഗ് ജോബ്സേ, ഈ ബിഗ് ജോബ്സിൽ നിന്നും ഞാൻ സ്വന്തമായി എലിമിനേറ്റ് ആയി പുറത്തു പോവുകയാണ്. ലാലേ സലാം. ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇനി ബിഗ് ജോബ്സിൽ എലിമിനേഷൻ. ഇതെല്ലാം കണ്ടും കേട്ടുമില്ല. എനിക്ക് ഒറ്റ തീരുമാനമേ ഉള്ളൂ. ഹീനമായ ദുർഭരണം കൊടികുത്തി വാഴുന്ന നിങ്ങളുടെ സ്വേച്ഛാധിപത്യത്തിന് അവധിവരുത്തി നമ്മുടെ കൊച്ചു കേരളത്തെയും ജനങ്ങളെ മോചിപ്പിച്ച് സാമൂഹിക നീതിയുടെ വെള്ളി വെളിച്ചം പകരാൻ നിങ്ങളുടെയും കൂട്ടാളികളെയും ഞാൻ കൂട്ടത്തോടെ എലിമിനേറ്റ് ചെയ്യുന്നു. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും പുതുപ്പള്ളിയിലെ ജനങ്ങൾ എന്നെയും എന്റെ പാർട്ടിയെയും എലിമിനേറ്റ് ചെയ്യില്ല. ഇനിപ്പറ, എന്താണ് നിങ്ങളുടെ തീരുമാനം? തീരുമാനിച്ചു, ഞങ്ങൾ തീരുമാനിച്ചു. എന്ത് തീരുമാനിച്ചു? ഇനി ഇവർ നിൽക്കുന്നത് ബുദ്ധിയല്ല. ഞാൻ പറഞ്ഞില്ലേ, ബിഗ് ജോബ്സിൽ പരസ്യങ്ങളില്ല, പറച്ചിലുകൾ മാത്രം. ഇനി നമുക്ക് നമ്മുടെ വാചകത്തിന്റെ ആളുകൾ വിളിച്ചാലും നമ്മുടെ ചാക്യാരെ വിളിക്കല്ലേ? നമ്മുടെ സ്വന്തം ചാക്യാർക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും ശങ്കിക്കുന്നുണ്ടാവും, ഈ ചാക്യാരെന്താ പതിവില്ലാണ്ട് ഈ ലോകകപ്പ് മത്സരങ്ങളിലും മറ്റും അല്പവസ്ത്രധാരികളായ ചിയർ ഗേൾസുകളൊക്കെ ആദ്യത്തിൽ വെറുക്കുന്ന മ്യൂസിക്കില് ഇങ്ങനെ എത്തിയതെന്ന് ശങ്കിക്കണ്ട. അത് ചാക്യാർക്ക് ഒരു മറുപടി ഉണ്ട്. എന്താണ്? സാധാരണ ഇങ്ങനെ ഒരു ചാക്യാർ വീട്ടിലേക്ക് വരിക, ഈ കുട്ടികളൊക്കെ വായ കൊണ്ട് ബൈക്ക് സ്റ്റാർട്ടാക്കണ പോലെ എങ്ങനെയാ? ആ തന്നെ ഇപ്പൊ എങ്ങനെയാ ബൈക്കും മറ്റു വണ്ടികളും സ്റ്റാർട്ടാക്കാൻ പറ്റുക? 50 രൂപയിൽ കിടന്ന പെട്രോളിന്റെ വില കുറിച്ച് ഞങ്ങൾ കൂട്ടി സെഞ്ചുറി അടുപ്പിച്ചില്ലേ. ഇപ്പൊ എന്താ വില? 1 ലിറ്ററിന് ഏതാണ്ട് 110 രൂപയായി. ഇനി ഒറ്റ മാർഗേള്ളൂ. എന്താ? ആ പെട്രോൾ പമ്പിലേക്ക് അങ്ങോട്ട് പോവുക, 1 ലിറ്റർ പെട്രോൾ അങ്ങോട്ട് വാങ്ങിക്കുക, എന്നിട്ട് വണ്ടിയിലേക്ക് അങ്ങോട്ട് ഒഴിക്കുക, എന്നിട്ട് കത്തിച്ചെന്ന് കളയുക. എന്നിരുന്നാലും പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറയേണ്ട പോലെ പറയില്ലാച്ച വലിയ വില കൊടുക്കേണ്ടി വരും. ഈ വിലയില്ല, തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ തീവിലയില്ലേ? തീവിലയുടെ കാര്യം പറഞ്ഞപ്പോഴാ ഒരു കാര്യം കൊടുത്തത്. നമ്മുടെയൊക്കെ അടുപ്പുകളില് നല്ലതുപോലെ ഒന്ന് തീ പുകഞ്ഞിട്ട് കാലം എത്രയായി? കേന്ദ്രം ഭരിക്കണ വിദ്വാന്മാര് അടിക്കടി അങ്ങോട്ട് പാചകവാതകത്തിന് വില അങ്ങോട്ട് കയറ്റിയല്ലേ. പക്ഷെ എങ്കില് ഒന്നിന് മാത്രം വിലയില്ല. ആർക്കാ? മനുഷ്യർക്ക്. കേന്ദ്രം ഭരിക്കുന്ന വിദ്വാന്മാർക്ക് അതിനൊന്നും സമയമില്ല. അവർക്ക് പിന്നെ എന്നാ സമയമുള്ള? ജാതി പറഞ്ഞിട്ട് കൂട്ടിയെടുപ്പിക്കുക, വർഗീയത പറഞ്ഞിട്ട് വോട്ടുകൾ നേടുക, സീറ്റിനായിട്ട് അങ്ങോട്ട് തമ്മിലടിക്കുക. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. അവരുടെ കുറച്ച് പ്രതിനിധികളുണ്ട് കേരളത്തെ കാവ് കുളിപ്പിക്കാനായിട്ട് നടക്കുന്ന ആളുകള്. അവരെന്താ ഇവിടെ കാട്ടിക്കൂട്ടണേ? അവർക്ക് ജനസേവനല്ല വലുതാ. സീറ്റിന് വേണ്ടി കിടന്ന് ഇപ്പൊ കിടന്ന് അടിപിടി കൂട്ടല്ലേ. ഇനി അതും ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഈ ബിഗ് ജോബ്സില് അവരെ നിങ്ങൾ നേരിട്ടല്ല കണ്ടുകൊള്ളുക. അനീതിക്കും അക്രമത്തിനെതിരെ പോരാടുവാൻ എന്നും ഈ ചാക്യാരുണ്ടാവും, നിങ്ങളുടെ കൂടെ ഉണ്ടാവും കേട്ടോ. മിസോറാമിൽ ഒരു വാദം പഠിപ്പിക്കാൻ ചെന്ന് എല്ലാരും കൂടി ചേർന്ന് അവർ നെല്ല് ഒഴിപ്പിച്ച് വട്ടിമുട്ടാവ് തട്ടി. അവിടെ ഓടി തള്ളി കാട് കയറി ഈ കുമ്മാട്ടിത്തിരിപടികൾ വീണ്ടും എത്തിയിരിക്കുകയാണ്. ചില ബാധകളെ ഒളിപ്പിക്കാനും ചില വലിയ ബാധകളെ തളയ്ക്കാനും. ആരുമില്ല ഇവിടെ ഈ മാടമ്പി തറവാട്ടിൽ? ആരുമില്ലേ എന്ന്
കുമ്മാട്ടിച്ചൂടൻ തിരുവടികൾക്ക് കീഴുള്ളവന്റെ നമോവാകം. വട്ടിയൂർക്കാവ് തട്ടിയെടുക്കാൻ നോക്കി പരാജയപ്പെട്ട് സീറ്റിന് വേണ്ടി കിടന്ന് കരിമണിലൂടെ ഒടുവിൽ തൃശ്ശൂർ ഞാൻ എടുക്കുക, ഞാനൊന്ന് കൊണ്ടുപോവുക എന്നൊക്കെ പിച്ചുമ്പയും പറഞ്ഞു നടന്ന് തോറ്റ് തുന്നം പാടി ചമ്മി അടപ്പൂരിയ ശൂലൻ അല്ലേ? ഇതൊക്കെ എങ്ങനെ മനസ്സിലായി? ഞാൻ കണ്ടു, എന്റെ ദിവ്യ സോഷ്യൽ മീഡിയയിൽ ഞാൻ കണ്ടു. ഇതൊക്കെ വൈറലല്ലേ? അങ്ങ് യാത്ര ചെയ്ത് ക്ഷീണിച്ചു വന്നതല്ലേ? കഴിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? ലഘുവായിട്ട് എന്തെങ്കിലും കൊടുത്തു. അങ്ങേക്ക് എന്താ വേണ്ടെച്ചാ പറഞ്ഞാ മതി. ഒരാൾ പൊറോട്ടയും ബീഫ് കറി, ബീഫ് ഫ്രൈ പെട്ടെന്ന് കൊണ്ടുവരിക. ഈ തറവാട്ടിലുള്ളവർ രഹസ്യമായിട്ടേ കഴിക്കൂ. ഗോമാതാവിന്റെ കറന്നെടുത്ത പാലുണ്ട്, അതെടുക്കട്ടെ? വേണ്ട, എനിക്കിതിനു മുമ്പും പശുവും പാല് പണി കിട്ടിയിട്ടുണ്ട്. വൈലവായി കാര്യത്തിലേക്ക് കിടക്കാം. വാടമ്പി തറവാട്ടിലെ പാത്രങ്ങൾ എറിഞ്ഞു വയ്ക്കുന്ന ശശികലി ടീച്ചറുടെ സാരിക്ക് തീ പിടിപ്പിക്കുന്ന ആ മാനസിക രോഗി ഇവിടെ ഇങ്ങോട്ട് കൊണ്ടുവരിക. വിളിക്കാം. ശോഭ, എടി ശോഭ. ഇതാണോ ആ മുതല്? ശോഭ ഇപ്പൊ എവിടെ പോകുന്നു? ഞാൻ പറഞ്ഞില്ലേ സീറ്റിന് വേണ്ടി പുതുപ്പള്ളിയിൽ സ്റ്റെൻഡാപ്പോണ കാര്യം. ശോഭ ഇപ്പൊ മത്സരിക്കാൻ പോകണ്ട. പോകണ്ട. ഇന്ന് രാവിലെ കൂടി പറഞ്ഞതാണല്ലോ. എന്താ ഇപ്പോഴൊരു പറഞ്ഞിട്ട്? ശോഭ ഇപ്പൊ പോകണ്ട. ഞാൻ കൂടെ മത്സരിക്കാൻ പോയാൽ എന്തെന്ന് പറഞ്ഞില്ലേ? എന്താ ഞാൻ കൂടെ മത്സരിച്ചാല് മത്സരിക്കാനെന്ന് പറഞ്ഞില്ലേ? അയോഗ്യ നായെ, உனக்கு எவ்வளவு தைரியம் இருந்தா அங்கே எங்கேயும் தோத்து துணமாடி என் கண் முன்னாடியே வந்து நிற்பேன். இன்னைக்கு தெரிஞ்சிருப்பா அஷ்டமி, உன்னை கொன்னு உன் ரத்தத்தை குடிச்சு ശോഭല്ലേ? ഞാനെന്തോ പറഞ്ഞു സുഗ്രേട്ടാ, ഞാനെന്താ ഇപ്പൊ പറഞ്ഞേ? കുല കൊണ്ടുപോവാൻ നീ ഒന്നും പറഞ്ഞതുമില്ല, ഞാനൊന്നും കേട്ടതുമില്ല. കുമ്മാട്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യ്. വിളിഞ്ഞു പോകാനാ പറഞ്ഞത്, വിളിഞ്ഞു പോകാൻ. നിന്റെ കുഞ്ഞമ്മയുടെ മാപ്പിള വെന്തിപ്പോകരുത്. കുട്ടിക്ക് സ്വീറ്റ് വേണമെന്ന് പറഞ്ഞു കേട്ടില്ലേ? കുമ്മാട്ടി തിരുവടികളെ ആ സീറ്റ് അല്ല, മത്സരിക്കാനുള്ള സീറ്റിന്റെ കാര്യമായി കിടന്ന് പുറപ്പെടുന്നത്. മുന്തിയിലും ബാധയാ എന്റെ കയ്യിൽ നിൽക്കുമ്പോൾ തോന്നുന്നില്ല. ഇതിനൊരു പരിഹാര മാർഗവും ഞാൻ കാണുന്നില്ല. തിരഞ്ഞെടുപ്പുള്ളിടത്തോളം കാലം ഇതിനെയൊക്കെ ഈ ബാധ പിന്തുടർന്നുകൊണ്ടേയിരിക്കും. ഞാൻ എന്റെ ജീവനും കൊണ്ട് പോവുക. ഇനി പൊടി പോലുമില്ല എന്നെ കണ്ടുപിടിക്കാൻ. അങ്ങോട്ട് പറ്റില്ലെന്ന് എനിക്ക് നേരത്തെ തോന്നി. അതിനൊരു മാർഗം ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് വാടി. ഇങ്ങനെ ബാധ കയറി ഒരിക്കൽ കടക്കൂട്ടത്തിൽ തോട്ടൊന്നും പോരാൻ നിൽക്ക. ഇങ്ങോട്ട് വരാൻ. ഇതാണ് സ്വതന്ത്ര ഭാരതത്തിന്റെ ഇപ്പോഴത്തെ പ്രധാന തന്ത്രി. ഇദ്ദേഹം ചവക്കീദാർ എന്ന് സ്വയം അവകാശപ്പെടുന്നു. പാവപ്പെട്ടവന്റെ ഖജനാവിലെ കാശുകൊണ്ട് ബബിൾഗം ഞം 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 എന്ന് ചവച്ചുകൊണ്ട് രാജ്യങ്ങൾ ചുറ്റിക്കറങ്ങുക എന്നതാണ് ഇദ്ദേഹത്തിന്റെ പ്രധാന പിരാന്ത്. കറങ്ങി കറങ്ങി തലചുറ്റി തലപ്പിരാന്ത് മൂത്ത് ഇപ്പോ എന്താണ് പറയുന്നതെന്ന് ഇദ്ദേഹത്തിന് പോലും അറിയില്ല. अरे देशवासियों, अरे देशवासियों, अरे देशवासियों. ബിരുദാന്തര ബിരുദമുണ്ടെന്ന് സ്വയം അവകാശപ്പെടുന്ന ഈ ബിരുദൻ എന്തൊക്കെയോ ഒപ്പിട്ട് നൽകുന്നു. ഇതിന്റെ സന്തോഷത്തിൽ അവർ ഇദ്ദേഹത്തെ ആനന്ദിക്കുകയാണ്. റാഫേൽ ജെറ്റ് വിമാന കരാറുകൾ പോലെയുള്ള വമ്പൻ അഴിമതിയിൽ മുങ്ങിപ്പൊളിച്ചുകൊണ്ട് ഒതുങ്ങിയില്ലാതെ ഇദ്ദേഹം സഞ്ചാരം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. സഞ്ചാരാന്തര മോദിജി ഇപ്പോൾ എത്തി നിൽക്കുന്നത് മറ്റൊരു രാജ്യത്താണ്.
ये किधर है ये देश किधर है ചുറ്റും ഈ വാലിബൻ ഈ ദേശം ഏതാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അത് കേട്ട അവർ ഒന്നടങ്കം പറഞ്ഞു, ഉലകം മുഴുവൻ ചുറ്റി സ്വന്തം രാജ്യത്തേക്ക് വിരുന്നു വന്ന സഞ്ചാരേന്ദ്ര മോദി ഇത് കേട്ട് ചമ്മിപ്പോയി. ലോകം മുഴുവനും ഒരു കാര്യവുമില്ലാതെ ചുറ്റുന്നതിനിടയിൽ മണിപ്പൂർ കലാപത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടതും സഹോദരിമാരെ നഗ്നരാക്കി നടത്തിയതും പീഡിപ്പിച്ചതും ഒന്നും ഇയാൾ അറിഞ്ഞിട്ടും അറിഞ്ഞ ഭാവം ധരിച്ചതേയില്ല. അടുത്ത സ്വാതന്ത്ര്യ ദിനത്തിലും പ്രധാനമന്ത്രി പദത്തിൽ ഇരുന്നുകൊണ്ട് പതാക ഉയർത്തുമെന്നാണ് ഈ മഹാന്റെ പ്രതിഭാഷ. എന്നാൽ അടുത്ത തവണ വീട്ടിലിരുന്നുകൊണ്ട് പതാക ഉയർത്തുമെന്നാണ് വിവരമുള്ളവർ കൊടുത്ത മറുപടി. പാവപ്പെട്ടവരുടെയും കർഷകരുടെയും ആദിവാസികളുടെയും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും തിരിച്ചറിയാതെ പോകുന്ന സഞ്ചാരേന്ദ്ര മോദിജിക്കും കൂട്ടാളികൾക്കും ഓശാന പാടുന്ന സംഘികളുടെ പ്രതിനിധിയെ പുതുപ്പള്ളിക്ക് വേണമോ? പ്രബുദ്ധരായ നിങ്ങൾ സമ്മതിദായകരാണ് തീരുമാനിക്കേണ്ടത്. അങ്ങനെ കള്ളത്തരങ്ങളും പൊള്ളത്തരങ്ങളും കുതികാല് വിട്ടും നിറഞ്ഞ മത്സരാധ്യാർത്ഥികളുടെ പ്രകടനം നിങ്ങൾ കണ്ടല്ലോ. ഇനി വിജയപ്രഖ്യാപനമാണ്. അതിനു മുമ്പ് നിങ്ങൾക്ക് എന്തെങ്കിലും പരാതിയോ പ്രതിഭവങ്ങളോ ഉണ്ടെങ്കിൽ ഈ ബിഗ് ജോസിനോട് പറയാം. 1 2 3 ഒരു സെക്കൻഡ് ബിഗ് ജോബ്സ്, നിങ്ങൾക്ക് ഒരു കാര്യം പറയാനുണ്ട്. ഞങ്ങൾക്കും ഞങ്ങളുടെ പാർട്ടിയിൽ ഒരാൾക്കും ഒരു സമാധാനവും കിട്ടുന്നില്ല. ഒന്നിന് പറയാൻ ഓരോരോ പ്രശ്നങ്ങളാണ്. എന്റെ ബിഗ് ജോബ്സ് എന്തെങ്കിലും ഒരു പരിഹാരം കാണണം. ഓഹോ, ഞാനിത് പ്രതീക്ഷിച്ചു. ഇതിന് ഒരു പ്രതിനിധിയുള്ളൂ. കെട്ടിച്ചമച്ച ആരോപണങ്ങളിലൂടെ മനുഷ്യത്വത്തിന്റെ കണിക ഏതുമില്ലാതെ മെനഞ്ഞെടുത്ത അശ്ലീല കഥകൾ കൊണ്ട് നിങ്ങൾ വേദനിപ്പിച്ച അധികാരമെന്നത് അലങ്കാരവും ധാർഷ്ട്യവുമല്ലെന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്ത സാധാരണക്കാരുടെ നേതാവായി മാറിയ ഉമ്മൻചാണ്ടി സാറിന്റെ പുണ്യാത്മാവിന് മുന്നിൽ ചെന്ന് ചെയ്തു പോയ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് മാപ്പ് ചോദിക്കുക.